ഞായറാഴ്ചത്തെ വിശേഷമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്കൊരു സ്ക്വാഡ് വർക്ക് ഉണ്ട് പാർട്ടിയുടെ. അപ്പോൾ അതിന് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് രാവിലെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ചോറും കറികളൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് വേണമല്ലോ പോകണമെന്നുണ്ടെങ്കിൽ 9 മണിക്കാണ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക ധൃതി പിടിച്ച പണിയൊരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ചോറും കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൊട്ടിക്കലിൽ നിന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റോപ്പ് എന്ന് പറയും ഓളർവട്ടം. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി നിൽക്കുന്നതാണ് കേട്ടോ. വണ്ടിയിൽ ഇരിക്കുന്നതല്ല നിൽക്കുന്നത്. ബേബി സബിന എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ പകുതി വഴി അങ്ങനെ അവരുടെ ഓരോ സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് അങ്ങനെ നമ്മളെ കൂടെ കൂടും. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങിയാണ് കേട്ടോ. ഹായ് ചോറൊക്കെ ഉണ്ടടി കുറച്ച് വാർത്ത. ഞാനേ ഒരുപാട് നാളായിട്ടുണ്ടെന്നല്ലോ നമ്മളെ ഈ പൊട്ടിക്കൽ വീട്ടിൽ എപ്പോഴും പോകുമ്പോൾ തൊട്ടടുത്തുള്ള ആളുകളല്ലേ നമ്മൾ അധികം കാണുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് ആളുകളെ എനിക്ക് വീണ്ടും കാണാൻ പറ്റി. കാരണം നമ്മൾ ഈ ഓരോ വീട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അവിടെ ഒരു വീട്ടിലെ ഊഞ്ഞാലുണ്ട്. അപ്പോൾ ജസ്റ്റ് നല്ല നാടിയതാണ് കേട്ടോ. കുട്ടിത്തം ആഗ്രഹിക്കാത്തൊരു മനസ്സ് ആർക്കും ഉണ്ടാവില്ലല്ലോ അല്ലേ. എത്ര വലുതായി എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു തെളിവ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എത്ര പ്രായമായാലും നമ്മളെയൊക്കെ ഉള്ളിൽ ആ ഒരു കുട്ടിത്തം ഉണ്ടല്ലോ എന്നുള്ളതിൻ്റെ തെളിവാണ് ലാസ്റ്റ് കുറച്ച് വീഡിയോ ഉണ്ട് അധികം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയാണ് കേട്ടോ. ഇത് നമ്മൾ സുലൈമാൻ കാക്കാൻ്റെ വീട്ടിലൊന്നാണ്. അവിടെ ആ ഉമ്മയും ഉപ്പയൊക്കെ വയ്യാതിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവരൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ചത് ആ ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളെ പാർട്ടി ഓഫീസാണ് കേട്ടോ. അത് പൊട്ടിക്കൽ ജംഗ്ഷനിൽ തന്നെയാണ്. പൊട്ടിക്കൽ ജംഗ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ടൗൺ അല്ല, കുഞ്ഞതാണ്. പക്ഷേ നമ്മളെ ജംഗ്ഷൻ എന്തൊക്കെ പറഞ്ഞാലും നാട്ടിൽ നിന്ന് മാറി നിന്നാലും നമുക്ക് എപ്പോഴും നമ്മളെ നാട് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാവില്ലേ. അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാവും കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഇപ്പോൾ ഈ വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ നോമ്പുള്ള കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെജ് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണിക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ഞങ്ങളെല്ലാവരും. ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കൂടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഇന്ന് മോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വർക്കും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം താത്താനെ കൂടെ ഇറങ്ങാമെന്നുള്ള ഇതിൽ വന്നത് കേട്ടോ. പിന്നെ ഒരു 11 വർഷങ്ങൾക്ക് പുറകിലേക്ക് പോവുകയാണെങ്കിൽ ഞാനും ഇതുപോലെ സ്ഥാനാർത്ഥി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ നമ്മൾ വലുതായാലും ആ ഒരു കുട്ടിത്ത് നമ്മളൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഇതെന്താ സംഭവം എന്നറിയോ, നമ്മളെ സഖാക്കൾ പിന്നെ തൊട്ടപ്പുറത്തൊരു വായനശാല സ്കൂൾ ഗ്രൗണ്ട് എന്ന് പറയും, അവിടെ പോയിട്ട് ഞൊട്ടങ്ങ പറിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഞൊട്ടങ്ങ എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ സാധനം കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഞങ്ങളിവിടെ ഞൊട്ടങ്ങ എന്നതിന് പറയാം കേട്ടോ. വേറെ എന്തെങ്കിലും പേരുണ്ടോ ഒന്നും അറിയില്ല. ഇതാണ് സംഭവം. ഇത് പൊളിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളത് വീഡിയോ ഗൈസ്. എന്താണ്